എല്ലാവർക്കും ITL World Junior Idol Season 2 എലിമിനേഷൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ITL World Junior Idol Season 2. ഇന്ന് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. വിജയ് പാൽ, റിമി ടോമി ആൻഡ് അനൂപ് ശങ്കർ. ITL World Junior Idol Season 2 തേർഡ് സ്റ്റേജ് എലിമിനേഷൻ ആണ് ഇന്നിവിടെ നടക്കുക. തേർഡ് സ്റ്റേജിൽ നമുക്ക് വളരെ ടാലന്റഡ് ആയ 15 കണ്ടസ്റ്റൻസ് ആണുള്ളത്. ഔട്ട് ഓഫ് ദിസ് 15 കുറച്ച് പേര് ഇന്ന് ഡേഞ്ചറസ് സോണിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് ആദ്യമായി അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ആൻഡ് ദേ ആർ അനുഗ്രഹ, കൃഷ്ണേന്ദു, ഉണ്ണിമായ, അദ്വൈത്, ശ്രേയസ് ആൻഡ് കൃതിക. പ്ലീസ്. ഡേഞ്ചറസ് സോണിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങൾ തേർഡ് സ്റ്റേജിൽ 3 റൗണ്ടിൽ പെർഫോം ചെയ്തു. ഈ തേർഡ് സ്റ്റേജിൽ നിങ്ങൾക്ക് ലഭിച്ച മാർക്ക്, ടോട്ടൽ ചെയ്ത് കിട്ടിയ മാർക്കിൽ നമ്മുടെ 15 കണ്ടസ്റ്റൻസിൽ നിന്നും ഏറ്റവും കുറവ് കിട്ടിയ 6 പേരാണ് നിങ്ങൾ. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ ഡേഞ്ചറസ് സോണിൽ എത്തി നിൽക്കുന്നത്. സുഖം ആണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, എല്ലാവർക്കും വിഷമം കാണും. നമുക്ക് ജഡ്ജസിന് എന്താ പറയാനുള്ളത് നോക്കാം അല്ലേ? ഓരോ സ്റ്റേജിലും നമ്മൾ നിർബന്ധം ആയിട്ട് കടക്കേണ്ട ഒരു കടമ്പയാണത് ഡേഞ്ചർ സോൺ അല്ലെങ്കിൽ എലിമിനേഷൻ എന്ന് പറയുന്നത്. ഡേഞ്ചർ സോണിൽ വരുന്നത് ഇപ്പോൾ അത് ഞാൻ വളരെ ടെക്നിക്കലായിട്ടാണ് ഇതിനെ കാണുന്നത്. കാരണം ഇപ്പോൾ ഉദാഹരണം അനുഗ്രഹ എന്ന് പറയുന്ന കുട്ടി, അനുഗ്രഹയുടെ പാട്ട് ഒരുപക്ഷെ ആ കുട്ടിക്ക് പരിചിതമായിട്ടുള്ളൊരു മേഖലയിൽ ആ കുട്ടിയുടെ പോലെ മറ്റൊരു കുട്ടിയും പാടാൻ സാധ്യതയില്ല. അത് സത്യമാണ്, ഒരു സംശയമില്ല. അത് പക്ഷെ ഇവിടെ ഒരു കോൺടെസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ പല രീതിയിലുള്ള പാട്ടുകൾ നമുക്ക് പാടേണ്ടി വരും. ഇപ്പൊ റൗണ്ട്സ് നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ പല റൗണ്ട്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ മാപ്പിള പാട്ടുകളുടെ റൗണ്ട്സ് എടുത്തു, കവിതകളുടെ റൗണ്ട് എടുത്തു, ഇളയരാജ റൗണ്ട്, അതുപോലെ ഇനിയും വരും റൗണ്ടുകൾ. അപ്പൊ അതിനകത്ത് ചിലപ്പോൾ ക്ലാസിക്കൽ റൗണ്ട് വരും, സെമി ക്ലാസിക്കൽ റൗണ്ട്, അങ്ങനെ ഉള്ള ഒരുപാട് റൗണ്ടുകൾ വരും. അപ്പൊ നമ്മളുടെ പല രീതിയിലുള്ള നമ്മളുടെ എല്ലാത്തിലും ഒരു ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്ന് പറയുന്ന രീതിയിലേക്ക് കുട്ടികൾ എന്നുള്ള രീതിയിൽ അവര് ഗ്രൂം ചെയ്യപ്പെടുമ്പോഴാണ്, അല്ലെങ്കിൽ അവര് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഇത്തരം കോൺടെസ്റ്റുകളിൽ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അത് വളരെ ടെക്നിക്കലായിട്ട് തന്നെ ഞാൻ കാണുന്നത്. അല്ലാതെ കുട്ടികൾ വെറുതെ സങ്കടപ്പെടുവോ പോകുന്നതിന് വേണ്ടി, അത് എനിക്ക് തോന്നുന്നു നമ്മളോടൊപ്പം തന്നെ അവരുടെ രക്ഷിതാക്കളും അത്ര പക്വതയോടെ അത് എന്നെ കാണണം. അല്ലാതെ എല്ലാവർക്കും നമ്മളുടെ കുട്ടികൾ വിജയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകും, പക്ഷെ അതിനെ വളരെ പാകതയോടെ അതിനെ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വേദികൾ എന്ന് പറയുന്ന മത്സരത്തിന് വേണ്ടി മാത്രമുള്ളതായിട്ട് കരുതണ്ട. വേദികൾ എപ്പോഴും ഒരുപാട്, ഇപ്പൊ ഇത്തരം ആർട്ടിസ്റ്റുകളുടെ ഒപ്പം, ഇത്തരം സീനിയർ ആയിട്ടുള്ള ഓർക്കസ്ട്രയുടെ ഒപ്പം നിങ്ങൾക്ക് പാടാൻ പറ്റുന്നു. ഗാനമേളകളിലൊക്കെ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് മുതിർന്നവര് പാടുന്നത്. പക്ഷെ നിങ്ങൾ ഇപ്പൊ തന്നെ ഇദ്ദേഹത്തെ പോലെയുള്ള സീനിയേഴ്സ് ഉള്ള ഓർക്കസ്ട്ര ഗ്രൂപ്പിന്റെ ഒപ്പം പാടുന്നു. അതുപോലെ ജഡ്ജസിന്റെ കമന്റുകൾ കേൾക്കുന്നു. പലതും നിങ്ങൾ ചിലപ്പോൾ വളരെ ആബ്സെന്റ് മൈൻഡഡ് ആയിട്ടായിരിക്കും കേൾക്കുന്നത്, പക്ഷെ ചിലതെങ്കിലും നിങ്ങൾ മനസ്സിലേക്ക് കൊള്ളുന്നുണ്ടാവും. അത്ര കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഓരോ വേദിയും നമ്മൾ കാണുകയെന്ന് എനിക്ക് പറയാനുള്ളൂ. കേട്ടോ റിമി ചേച്ചി? ഞാൻ എന്താ പറയണ്ടേ, വിജിച്ചേട്ടൻ വളരെ ഭംഗിയായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു അച്ഛന്റെ സ്ഥാനത്ത്, ഒരു ഗുരുവിന്റെ സ്ഥാനത്ത്, ഒരു ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളുടെ അടുത്ത്, നിങ്ങളുടെ കൊച്ചു പ്രായത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ ഏത് റിസൾട്ട് വന്നാലും എങ്ങനെ ഫേസ് ചെയ്യണമെന്നും ഇതിന്റെയൊക്കെ ഒരു ഇതെന്താണെന്നൊക്കെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് വിജയേട്ടൻ പറഞ്ഞു തന്നു. പിന്നെ എന്റെ അടുത്ത് നിങ്ങൾ നേരത്തെ ഇതിന് കയറുന്നതിന് മുമ്പ് അയ്യോ ചേച്ചി പ്രാർത്ഥിക്കണേ എന്നൊക്കെ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ നിങ്ങൾ ഇങ്ങനെ ഇത്രയും ടെൻഷൻ അടിക്കണ്ടേയും ഇങ്ങനെ വിഷമിക്കണ്ടേയും ഇത് വലിയൊരു അന്താരാഷ്ട്ര പ്രശ്നമാക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിപ്പോ എന്താണ്, നിങ്ങൾ ഒരു ചെറിയ മത്സരത്തിന് വന്നു, ഇത്രയും കൂട്ടുകാരെ കിട്ടി, എത്രയാ 10-21 പേരല്ലേ, സ്കൂളിൽ വന്ന പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കൂട്ടുകാരെ കിട്ടിയ ഒരു വെക്കേഷൻ നിങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടി ഒരു പ്രതീതിയാണ് നിങ്ങൾക്ക് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അത്രയും ആയിട്ട് കണ്ടാൽ മതി. കൂടാണ്ട് ഇവിടെ വന്ന് കുറച്ച് പാട്ടുകളൊക്കെ പാടി ഞങ്ങൾക്ക് നിങ്ങളെ പരിചയപ്പെടാൻ പറ്റി. അങ്ങനെ ഒരുപാട് റിലേഷൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടി അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഇത്ര ചെറുപ്പത്തിലെ അല്ലേ ഈ ലോകത്തുള്ള എല്ലാ പ്രേക്ഷകർക്കും നിങ്ങളെ കാണാൻ പറ്റി. ഇപ്പൊ നാട്ടിലും ഒക്കെ നിങ്ങൾ ഭയങ്കര ഫേമസ് ആയി.
ആ രീതിയിൽ എടുത്താൽ മതി. ഇതിൽ വിജയപരാജയങ്ങളൊന്നും വലിയ നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഔട്ടായാൽ തന്നെ വേഗം വീട്ടിൽ പോയി ബാക്കി സ്കൂളിലെ കാര്യങ്ങൾ പഠിക്കുക. ഒപ്പം പാട്ട് സൈഡിൽ കൂടെ പഠിച്ചിട്ട് വീണ്ടും സീസൺ 3 വന്ന് ഗംഭീരമായി തകർക്കുക കേട്ടോ. ഓക്കെ അനൂപേട്ട. എന്റെ പ്രിയപ്പെട്ട മത്സരാർത്ഥികൾക്ക് ഫസ്റ്റ് ഐ വുഡ് ലൈക്ക് ടു സേ കൺഗ്രാറ്റുലേഷൻസ്, ബിക്കോസ് അത്രയും നല്ല പാട്ടുകാരാണ് നിങ്ങൾ എല്ലാവരും തന്നെ. ആ ഒരു പർട്ടിക്കുലർ ദിവസത്തിന്റെ പ്രത്യേകത കൊണ്ട് മാത്രം ഈ സോണിൽ എത്തി നിൽക്കുന്നവരാണ് നിങ്ങൾ. അന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ റൗണ്ട് ഉണ്ടായ ദിവസം നിങ്ങൾക്ക് നന്നായിട്ട് പാടാൻ പറ്റിയില്ല എന്ന് മാത്രമേ അത് സൂചിപ്പിക്കുന്നുള്ളൂ. ആൻഡ് സോ ആസ് സെഡ്, എവറി സ്റ്റേജ് ഇസ് എ ലേണിംഗ് പ്രോസസ്. എല്ലാ വിഷയങ്ങളിൽ നിന്നും നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളുക. ആൻഡ് താങ്ക് യു ടു ഓൾ ഓഫ് യു ഫോർ ടേക്കിംഗ് പാർട്ട് ഇൻ സച്ച് എ ബ്യൂട്ടിഫുൾ ഷോ. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് നല്ല കാര്യങ്ങൾ സമ്മാനിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആര് പുറത്തായാലും ഇറ്റ് നെവർ എവർ മീൻസ് ദാറ്റ് ദേ ആർ ബിഹൈൻഡ് ദ പേഴ്സൺസ് ഹു ഗോ അഹെഡ്. തീർച്ചയായിട്ടും കാലം തെളിയിക്കും നിങ്ങളിൽ കമ്മിറ്റ്മെന്റ് ഉള്ള ആത്മാർത്ഥതയുള്ള കലാകാരനായിരിക്കും ജീവിതത്തിൽ വിജയിക്കുക. സോ ഓൾ ദ ബെസ്റ്റ്. ഇതിന്റെ പ്രൈസ് മണി ഇസ് കംപ്ലീറ്റ്ലി ഇമ്മെറ്റീരിയലിസ്റ്റിക്. അതായത് ഈ 10 ലക്ഷം എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും കോടികളായിട്ട് നിങ്ങൾക്ക് തിരിച്ചു നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങൾ ഇഫ് യു ആർ ഓണസ്റ്റ്ലി ഡെഡിക്കേറ്റഡ് ടുവേർഡ്സ് യുവർ പ്രൊഫഷൻ. ഓൾ ദ വെരി ബെസ്റ്റ്. കീപ് റോക്കിംഗ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച് അനൂപേട്ട. Ideal World Junior Idol Season 2. തേർഡ് സ്റ്റേജിലെ എലിമിനേഷൻ എപ്പിസോഡിൽ ആദ്യമായി ഇവിടെ പെർഫോം ചെയ്യാൻ പോകുന്നത് അനുഗ്രഹയാണ്. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. ഒരു രാത്രി കൂടി വിടവാങ്ങവേ, ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ, പതിയെ പറന്നിന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. ഒരു രാത്രി കൂടി വിടവാങ്ങവേ, ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ, പതിയെ പറന്നിന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. പല നാളലഞ്ഞ മറുയാത്രയിൽ ഹൃദയം തിരഞ്ഞ പ്രിയ സ്വപ്നമേ, മിഴികൾക്കു മുൻപിലിതളാർന്നു നീ വിരിയാനൊരുങ്ങി നിൽക്കയോ, വിരിയാനൊരുങ്ങി നിൽക്കയോ. പുലരാൻ തുടങ്ങുമൊരു രാത്രിയിൽ തനിയെ കിടന്നു മിഴിവാർക്കവേ, ഒരു നീർത്തത്തിന്നൽ അലിവോടെ വന്നു നിറുകിൽ തലോടി മാഞ്ഞുവോ, നിറുകിൽ തലോടി മാഞ്ഞുവോ. ഒരു രാത്രി കൂടി വിടവാങ്ങവേ, ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ, പതിയെ പറന്നിന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. താങ്ക് യു. ഐഡിയൽ വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2 ഇന്നത്തെ എലിമിനേഷൻ എപ്പിസോഡിൽ അനുഗ്രഹയ്ക്ക് ശേഷം പെർഫോം ചെയ്യാനെത്തുന്നത് കൃഷ്ണേന്ദുവാണ്. നമുക്ക് കണ്ടു തിരിച്ചു വരാം. ചന്ദ്രകാന്തം കൊണ്ട് 4 കെട്ട്, അതിൽ ചന്ദനപ്പടിയുള്ള പൊന്നൂഞ്ഞാൽ. ചന്ദ്രകാന്തം കൊണ്ട് 4 കെട്ട്, അതിൽ ചന്ദനപ്പടിയുള്ള പൊന്നൂഞ്ഞാൽ. ഋതുക്കൾ നമുക്കായി പണിയും സ്വർഗത്തിൽ ആകാശഗംഗയും ആമ്പൽ കുളം. ചന്ദ്രകാന്തം കൊണ്ട് 4 കെട്ട്, അതിൽ ചന്ദനപ്പടിയുള്ള പൊന്നൂഞ്ഞാൽ.
ആതിരാ പെണ്ണിന്റെ വെണ്ണില പാൽക്കുടം നീ ഒന്നു തൊട്ടപ്പോൾ പെയ്തുപോയി. ആതിരാ പെണ്ണിന്റെ വെണ്ണില പാൽക്കുടം നീ ഒന്നു തൊട്ടപ്പോൾ പെയ്തുപോയി. മഴവിൽ തമ്പുരു മീട്ടുമ്പോൾ എൻ സ്നേഹസ്വരങ്ങൾ പൂമഴയായി, സ്നേഹസ്വരങ്ങൾ പൂമഴയായി. പാദസരം തീർക്കും പൂഞ്ചോല നിൻമണിക്കുമ്പിളിൽ മുത്തുകളാൽ ഋതുക്കൾ നമുക്കായി പണിയും സ്വർഗത്തിൽ ആകാശഗംഗയും ആമ്പൽക്കുളം. ചന്ദ്രകാന്തം കൊണ്ട് 4 കെട്ട് അതിൽ ചന്ദനപ്പടിയുള്ള പൊന്നൂഞ്ഞാൽ ഋതുക്കൾ നമുക്കായി പണിയും സ്വർഗത്തിൽ ആകാശഗംഗയും ആമ്പൽക്കുളം. ചന്ദ്രകാന്തം കൊണ്ട് 4 കെട്ട് അതിൽ ചന്ദനപ്പടിയുള്ള പൊന്നൂഞ്ഞാൽ. So it's time for us to declare the results. ഞാൻ അധികം ടെൻഷൻ അടുപ്പിക്കണോ എന്ന് എനിക്കറിയില്ല. ശ്രേയസ്, യുവർ വിചാരിച്ചത്ര പാടാൻ കഴിഞ്ഞില്ല. Okay. അറിയില്ല, ഔട്ടാവും തോന്നുന്നു. Ideal World Junior Idol Season 2. Jai Hind TV, for the family, for the nation. തേർഡ് സ്റ്റേജ് എലിമിനേഷനിൽ ഡേഞ്ചർ സോണിൽ എത്തിയിരിക്കുന്ന ഉണ്ണിമായാണ് അടുത്തതായി പെർഫോം ചെയ്യാൻ പോകുന്നത്. നമുക്ക് കണ്ടു തിരിച്ചു വരാം. ഹിമശൈല സൈകത ഭൂമിയിലിന്നു നീ പ്രണയപ്രവാഹമായി വന്നു. അതിഗൂഢ സുസ്മിതം ഉള്ളിലൊതുക്കുന്ന പ്രഥമോദ ബിന്ദുവായി തീർന്നു. ഹിമശൈല സൈകത ഭൂമിയിലിന്നു നീ പ്രണയപ്രവാഹമായി വന്നു. അതിഗൂഢ സുസ്മിതം ഉള്ളിലൊതുക്കുന്ന പ്രഥമോദ ബിന്ദുവായി തീർന്നു. നിമിഷങ്ങൾ തൻ കൈക്കുടന്നയിൽ നീയൊരു നീലാഞ്ജന തീർത്ഥമായി പുരുഷാന്തരങ്ങളെ കോൾമയിർ കൊള്ളിക്കും പീയൂഷവാഹിനിയായി, പീയൂഷവാഹിനിയായി. ഹിമശൈല സൈകത ഭൂമിയിലിന്നു നീ പ്രണയപ്രവാഹമായി വന്നു. അതിഗൂഢ സുസ്മിതം ഉള്ളിലൊതുക്കുന്ന പ്രഥമോദ ബിന്ദുവായി തീർന്നു. പ്രഥമോദ ബിന്ദുവായി തീർന്നു. ഐഡിയൽ വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2 ഇന്നത്തെ എലിമിനേഷൻ എപ്പിസോഡിൽ അടുത്തതായി ഈ വേദിയിൽ പെർഫോം ചെയ്യാനെത്തുന്നത് അദ്വൈതാണ്.
നമുക്ക് കാണാം. காதலின் தீபம் ஒன்று ஏற்றினாலே என் நெஞ்சில், காதலின் தீபம் ஒன்று ஏற்றினாலே என் நெஞ்சில், ஊடலில் வந்த சொந்தம் கூடலில் கண்ட இன்பம் மயக்கம் என்ன, காதல் வாழ்க. காதலின் தீபம் ஒன்று ஏற்றினாலே என் நெஞ்சில், நேற்று போல் இன்று இல்லை, இன்று போல் நாளை இல்லை. நேற்று போல் இன்று இல்லை, இன்று போல் நாளை இல்லை. அன்பிலே வாழும் நெஞ்சில், ஆ ஆ, அன்பிலே வாழும் நெஞ்சில் ஆயிரம் பாடலே, ஒன்றுதான் எண்ணம் என்றால் உறவுதான் ராகமே, எண்ணம் யாவும் சொல்லவா. காதலின் தீபம் ஒன்று ஏற்றினாலே என் நெஞ்சில், ஊடலில் வந்த சொந்தம் கூடலில் கண்ட இன்பம் மயக்கம் என்ன, காதல் வாழ்க. காதலின் தீபம் ஒன்று ஏற்றினாலே என் நெஞ்சில். ഇന്നത്തെ എലിമിനേഷൻ എപ്പിസോഡിൽ ഡേഞ്ചറസ് സോണിൽ എത്തിയിരിക്കുന്ന ശ്രേയസ് ആണ് അടുത്തായി വേദിയിൽ പെർഫോം ചെയ്യാൻ പോകുന്നത്. ഹാവ് എ ലുക്ക്. குஞ்சி குஞ்சி அலைகள் ஓட, கோடை தென்ற மலர்களாட, குஞ்சி குஞ்சி அலைகள் ஓட, கோடை தென்ற மலர்களாட, காற்றிலே பரவும் புலிகள், கனவிலே மிதக்கும் விழிகள், கண்டே அன்பே அன்பே, அன்பில் வந்த ராகமே, அன்னை தந்த கீதமே, அன்பில் வந்த ராகமே, அன்னை தந்த கீதமே, என்றும் உன்னை பாடுவேன், மனதில் இன்பத்தேனே ஊறும். குஞ்சி குஞ்சி அலைகள் ஓட, கோடை தென்ற மலர்களாட, குஞ்சி குஞ்சி அலைகள் ஓட. மாங்குயில் கூவது, மாமரம் பூக்குது, மேகம் வந்து தாலாட்ட, பொன்மயில் ஆடுது, வெண்பனிர் தூவுது, பூமி எங்கும் சீராட்ட, ஆலம் இழுது ஆட, அதில் ஆசை ஊஞ்சலாட, ஆலம் இழுது ஆட, அதில் ஆசை ஊஞ்சலாட, அன்னங்களின் ஊர்வலம், சரி மகபமதவனித சனிரேணி ஸ்வரங்களின் தோரணம், எங்கெங்கும் பாடுது காதல் கீதங்களில். குஞ்சி குஞ்சி அலைகள் ஓட, கோடை தென்ற மலர்களாட, குஞ்சி குஞ்சி அலைகள் ஓட. ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2 ഇന്നത്തെ എലിമിനേഷൻ എപ്പിസോഡിൽ
അവസാനമായി ഈ വേദിയിലേക്ക് പെർഫോം ചെയ്യാൻ എത്തുന്നത് കൃതികയാണ്. ഹാവ് എ ലുക്ക്. കസവിന്റെ തട്ടമിട്ട് വെള്ളിയരഞ്ഞാണമിട്ട് പൊന്നിന്റെ കൊലസുമിട്ടൊരു മുഞ്ചത്തി കൂന്താലി പുഴയൊരു വമ്പത്തി കൂന്താലി പുഴയൊരു വമ്പത്തി ഇവളുടെ മുന്നും പിന്നും കണ്ടു കൊതിച്ചവർ മിന്നും മെഹറും കൊണ്ടു നടന്നവർ കൂനിക്കൂടി താടി വളർത്തി കയറൂരി പാഞ്ഞു കന്നി പഹയത്തി കൂന്താലി പുഴയൊരു വമ്പത്തി കൂന്താലി പുഴയൊരു വമ്പത്തി. കുളിരിന്റെ തട്ടുടുത്ത് തുള്ളിവരും നാണമൊത്ത് പെണ്ണിന്റെ പുതുക്ക നെഞ്ചൊരു ചെണ്ടല്ലേ നീ കൂന്താലി പുഴയത് കണ്ടില്ലേ നീ കൂന്താലി പുഴയത് കണ്ടില്ലേ. അവളുടെ അക്കം പക്കം നിന്നവരൊപ്പന ഒപ്പം പലതും കെട്ടിമെനഞ്ഞതും കൂടെ കൂടെ പാടിയൊരുക്കി തലയോറി പോന്നു കള്ളിപ്പായത്തി കൂന്താലി പുഴയൊരു വമ്പത്തി കൂന്താലി പുഴയൊരു വമ്പത്തി. ഞാൻ അധികം ടെൻഷൻ അടുപ്പിക്കണോ എന്ന് എനിക്കറിയില്ല. ശ്രേയസ്, യുവർ വിചാരിച്ചത്ര പാടാൻ കഴിഞ്ഞില്ല. അറിയില്ല, ഔട്ടാവും തോന്നും. നെവർ മൈൻഡ് ഉണ്ണിമായ. ജീവിതത്തിൽ ഇനിയും മനോഹരമായ സ്റ്റേജുകളും മനോഹരമായ ഒരുപാട് ഒരുപാട് നല്ല ഗാനങ്ങളും ഉണ്ണിമായെ കാത്തിരിക്കുന്നു. Ideal World Junior Idol Season 2. Jai Hind TV, for the family, for the nation. ഐഡിയൽ വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2ന്റെ തേർഡ് സ്റ്റേജ് എലിമിനേഷനിൽ ഡേഞ്ചറസ് സോണിലെത്തിയ 6 കണ്ടസ്റ്റൻസും ഇവിടെ പാടി. എല്ലാവർക്കും നന്നായിട്ട് പാടാൻ പറ്റിയോ? കുഴപ്പമില്ല അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് ജഡ്ജസിനടുത്ത് ചോദിക്കാം. ബിജേട്ടാ, എല്ലാവരും നല്ലോണം പാടി കേട്ടോ, എല്ലാവരും നല്ലോണം പാടി. അത് ഓരോരുത്തർക്കും ഓരോ പ്രത്യേകത, നേരത്തെ പറഞ്ഞത് തന്നെ ആവർത്തിക്കുകയാണ്. കാരണം ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതകളാണ്, ഓരോ ക്യൂട്ട്നെസ് ആണ്. പക്ഷെ അത് എവിടെ എന്ത് എപ്പോൾ വർക്കൗട്ട് ആവുന്നു എന്നുള്ളത് മാത്രമാണ് ഈ റിസൾട്ടിൽ വരുന്നത് മാർക്കിലായിട്ട് കേട്ടോ. അത് മാത്രം കരുതിയാൽ മതി. താങ്ക് യു ബിജേട്ടാ. ചേച്ചി, എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. നിങ്ങളെല്ലാവരും നേരത്തെ മത്സരത്തിന് പാടിയതിനേക്കാളും തീർച്ചയായിട്ടും അതിനേക്കാളും ബെറ്റർ ആയിട്ട് പാടിയിട്ടുണ്ട്. പിന്നെ ഈ കീബോർഡ് മാത്രം വരുമ്പോൾ ഒരു സുഖമുണ്ടെന്ന് തോന്നില്ല. ഒരു എന്താ പറയുക, അൺപ്ലഗ്ഡ് ഒക്കെ പാടുന്ന ഒരു ഫീൽ കിട്ടുമ്പോൾ ഇവർക്ക് കുറച്ചുകൂടെ ആസ്വദിച്ച് പാടാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ഇനി നമുക്ക് നോക്കാം മാർക്കിന്റെ കാര്യത്തില്. അനുപേട്ടാ, 6 പേര് നന്നായിട്ട് തന്നെ പാടി. ഡെഫിനറ്റ്ലി 6 പേരുടെയും ഈ പാട്ടിന്റെ പർട്ടിക്കുലർ സോങ്ങിന്റെ പ്രീവിയസ് പെർഫോമൻസിനേക്കാളും ബെറ്റർ ആണ്. നമുക്കറിയാം ITL വേൾഡ് ജൂനിയർ ഐഡലിന്റെ എലിമിനേഷൻ സ്റ്റേജിൽ വന്നിട്ട് നമ്മൾ ആ പർട്ടിക്കുലർ സ്റ്റേജിൽ ഏത് പാട്ടാണോ വീക്കായിട്ട് പാടിയത് അതാണ് വീണ്ടും നമ്മൾ പ്രസന്റ് ചെയ്യാറ് ഡേഞ്ചർ സോണിൽ, സോ ദാറ്റ് വി കൻ നോ വെദർ യു ഹാവ് ഇംപ്രൂവ്ഡ് ഓർ നോട്ട്. ഡെഫിനറ്റ്ലി ഓൾ ഓഫ് യു ഹാവ് ഇംപ്രൂവ്ഡ് വിത്ത് യുവർ വീക്ക് പെർഫോമൻസസ്. അത് സന്തോഷമുള്ള ഒരു കാര്യം. ആൻഡ് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ഷോയിൽ SMS ഇല്ല, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ മാർക്കിന്റെ ബേസിസിലാണ്
എലിമിനേഷൻ പ്രോസസ് നടത്തപ്പെടുന്നത്. നിങ്ങളുടെ കഴിഞ്ഞ സ്റ്റേജിലെ മാർക്സ് പ്ലസ് ഈ ഒരു പർട്ടിക്കുലർ ചാൻസിൽ നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്തു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നിങ്ങളുടെ എലിമിനേഷൻ. സോ ദ പ്രോസസ് ഇസ് വെരി ട്രാൻസ്പെറന്റ്. വൺസ് നിങ്ങളുടെ പാട്ടിന് മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നൽകപ്പെടുന്ന മാർക്സ്, ആൻഡ് ദാറ്റ് ഡിസൈഡ്സ് യുവർ ലക്ക് ഓർ ഫേറ്റ്, വാട്ട് എവർ ഇറ്റ് ഇസ്. ബട്ട് ഈ പ്രോഗ്രാമിൽ അത് അനിവാര്യമാണ്. And your results are out here. So it's time for us to declare the results and to start the process. So can I please have you on stage? Of course, I have to do the process, so I'll join you on stage with their Okay. permission. Thank you. മേഘന, നമ്മുടെ ഡേഞ്ചർ സോണിലുള്ള 6 കണ്ടസ്റ്റൻസ് ശ്രേയസ്, കൃഷ്ണേന്ദു, അദ്വൈത്, കൃതിക, അനുഗ്രഹ ആൻഡ് ഉണ്ണിമായ. ഇവരുടെ മാർക്സ് നിങ്ങൾക്ക് തന്നെ ഏകദേശം ഐഡിയ കാണും ആരാണ് ടോപ്പർ ആൻഡ് ഹൂ ഇസ് ദ ലാസ്റ്റ് വൺ. ഐ തിങ്ക് കൃതിക ടോപ്സ് ദ ലിസ്റ്റ് ഔട്ട് ഓഫ് മാർക്സ് ആൻഡ് അനുഗ്രഹ ഇസ് ദ ലാസ്റ്റ് ഇൻ ദ റോ. ബട്ട് ഒരു സർപ്രൈസിംഗ് ആയിട്ടുള്ള തിങ്, നിങ്ങളുടെ മാർക്കിന്റെ അടിസ്ഥാനപ്പെടുത്തി ഇന്നത്തെ ഈ ഒരു പെർഫോമൻസും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഇന്നത്തെ എലിമിനേഷൻ ലിസ്റ്റ് വരുന്നത്. പക്ഷേ ആ ഒരു ഓർഡറിലല്ല കുട്ടികൾ ഔട്ടാവുന്നത്. ദർ ഹാസ് ബീൻ ചേഞ്ചസ് ഡിപ്പെൻഡിങ് ഓൺ ടുഡേസ് പെർഫോമൻസ്. സോ ആ മാർക്ക് വൈറ്റിലാണ് ഒപ്പം ഇന്നത്തെ പെർഫോമൻസിന്റെ റിസൾട്ടും. ആൻഡ് ഇറ്റ് ഹാസ് ചേഞ്ച്ഡ് സം ഓഫ് യുവർ ഫേറ്റ്സ്, ടു ബി വെരി ഫ്രാങ്ക്. നിങ്ങളുടെ ചിലവരുടെ വിധി ഇന്നത്തെ പെർഫോമൻസ് മാറ്റി എഴുതിയിട്ടുണ്ട്. സോ ഓൾ ദ ബെസ്റ്റ്. വിൽ സ്റ്റാർട്ട് ദ പ്രോസസ്. അധികം ടെൻഷൻ അടിപ്പിക്കുന്നില്ല. അനുഗ്രഹ ആൻഡ് ശ്രേയസ്. അനുഗ്രഹ നമുക്കറിയാം, ഷീ ഈസ് വെരി വെരി ഫ്ലുവന്റ് ഇൻ ദ വെസ്റ്റേൺ ജോണർ ഓഫ് സിംഗിങ്, വെരി സ്റ്റൈലിഷ് ഓൾസോ, വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു സിംഗർ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഈ സ്റ്റേജിൽ യു കുഡന്റ് ഡു വെൽ ഇൻ 2 stages. I mean 2 rounds. One was slightly better. And Shreyas, the most surprising factor regarding you is that ഈ സീസണിലെ ഏറ്റവും കൂടുതൽ ഒരു പർട്ടിക്കുലർ സോങ്ങിന് സ്കോർ ചെയ്ത ശ്രേയസ് ആണ്. ലാസ്റ്റ് സ്റ്റേജ് 96 you scored, if I am correct. But the stage has been different. You are in the danger zone. You have to accept a fact. അതിനർത്ഥം എന്താന്ന് വെച്ചാൽ ഈ 15 പേരും അത്ര കോമ്പീറ്റന്റ് ആണ്. ഒരു കൺസിസ്റ്റൻസി നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് എ മാൻ ഹു ഹാസ് ടോപ്പ് ദ പ്രീവിയസ് സ്റ്റേജ്, ഹി ഹാസ് കം ഡൗൺ ടു ഡേഞ്ചർ സോൺ. മോന്റെ ഒരു ലക്കും ഒരു ഫാക്ടറാണ്. ഈ സ്റ്റേജിൽ വിചാരിച്ച രീതിയിൽ പാടാൻ പറ്റിയിട്ടുണ്ടാവില്ല. ദാറ്റ് ഇസ് വൺ മോർ തിങ്. ആൻഡ് ഇന്ന് യു അഗെയിൻ സാങ് ഒരു രാത്രി കൂടി ഇവിടെ വാങ്ങവേ, ആൻഡ് യു സാങ് കൊഞ്ചി കൊഞ്ചി അലകളോട്. സോ അനുഗ്രഹ, third സ്റ്റേജിൽ മോളുടെ നെറ്റ് സ്കോർസ് ഇൻ 3 rounds was all put together 260. 260 ആയിരുന്നു 3 റൗണ്ടും കൂടി ആഡ് ചെയ്തപ്പോൾ. ആൻഡ് ശ്രേയസിന്റെ സ്കോർ 268 3 റൗണ്ട് ആഡ് ചെയ്തപ്പോൾ. ഇന്നത്തെ ഒരു പെർഫോമൻസ് അതിന്റെ മാർക്കും കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ ജേർണി. ഇറ്റ്സ് നോട്ട് എ ബിഗ് തിങ്, ബട്ട് സ്റ്റിൽ ആസ് എ കോമ്പറ്റീഷൻ വി ഹാവ് ടു വാല്യൂ ഇറ്റ്. ഇത് ജീവിതത്തിൽ വലിയ പ്രസക്തിയൊന്നുമില്ല എലിമിനേഷൻ ആവുന്നതിലും മുൻപോട്ട് പോകുന്നതിലും. പക്ഷെ ഈ കോമ്പറ്റീഷനെ സംബന്ധിച്ച് ഇതൊരു നിയമമാണ്. അതുകൊണ്ട് ആ ഒരു പെർസ്പെക്റ്റീവിൽ മാത്രം എടുക്കുക. ഇന്ന് അനുഗ്രഹ സ്കോർ ചെയ്തത് 70 ആണ് ഔട്ട് ഓഫ് 100. സോ ദാറ്റ് ഇസ് യുവർ സ്കോർ ഫോർ ദ ഡേ. ആൻഡ് 260 plus 70, that makes it 330. That is your total score in ITL World Junior Idol Season 2 Stage 3. Ini Shreyas, you had 268 as your previous score. എന്ത് തോന്നുന്നു ഇന്നത്തെ സ്റ്റേജിൽ എങ്ങനെ പാടി? ശ്രേയസ് നന്നായിട്ട് പാടിയോ? Are you happy with it? കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ബട്ട് ടു ബി വെരി ക്ലിയർ, ഞാൻ അധികം ടെൻഷൻ അടുപ്പിക്കണോ എന്ന് എനിക്കറിയില്ല. ശ്രേയസ്, യു വർ the best of the day. You scored 80 out of 100. So, thank you, sir. So, Anugraha,
sorry to say you are out of ITL World Junior Idol. You are a very, very promising contestant in ITN World Junior Idol. Thank you so much for making this stage so divine. We'll definitely miss you. അത്രയും നന്നായിട്ട് മോള് കുറേ മെമ്മറബിൾ പെർഫോമൻസസ്, വെദർ ഇറ്റ് ബി വക്ക വക്ക ഓർ ഇതുവരെ or whatever it is, and we definitely believed that തീർച്ചയായിട്ടും ഞങ്ങൾ വിശ്വസിച്ചിരുന്നു കുറേ സ്റ്റേജും കൂടി മോൾ മുമ്പിലേക്ക് പോകുന്നുള്ളത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ്സ് എ മാറ്റർ ഓഫ് എ പർട്ടിക്കുലർ സ്റ്റേജ്. നെവർ മൈൻഡ്, much better shows and much better stages awaits you in your life. തീർച്ചയായിട്ടും all of us you would like to give her a very, very big round of hands for her wonderful singing. അനുഗ്രഹ പഠിക്കുന്നതും അമൽ ആന്റണി എന്ന വെരി ടാലന്റഡ് മ്യൂസീഷ്യന്റെ അടുത്താണ്. അമലിന്റെ അടുത്ത് അന്വേഷണം പറയുക. ഇറ്റ്സ് എ വെരി വണ്ടർഫുൾ ടീച്ചർ. വിൽ ഡെഫിനറ്റ്ലി ടേക്ക് യു ടു പ്ലേസസ്. ഓൾ ദ ടീച്ചേഴ്സ് ബ്ലെസ്സിംഗ്സ് വിൽ കീപ് യു ഗോയിങ് ഹയർ ആൻഡ് ഹയർ ഇൻ ലൈഫ്. ഓക്കെ മോളെ. പി ചേട്ടാ, റിമി, വിഷസ് ടു അനുഗ്രഹ. അനുഗ്രഹയോട് എനിക്ക് പറയാനുള്ളത്, ഒരുപക്ഷെ എനിക്ക് ഈ പ്രായത്തിൽ എനിക്ക് എന്തെങ്കിലും ഒരു ജിംഗിളോ അല്ലെങ്കിൽ ഒരു പാട്ടോ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്ക് അനുഗ്രഹം കൊണ്ട് എനിക്ക് ഒരു പാട്ട് തന്നെ പാടിക്കണമെന്നുണ്ട് സത്യം പറഞ്ഞാൽ. അതൊരു പ്രോമിസ് ആയിട്ട് എടുക്കണ്ട, പക്ഷെ എന്റെ ഒരു ആഗ്രഹമാണ്. പക്ഷെ അത് എങ്ങനെയായിരിക്കും അത് റിയലൈസ് ചെയ്യാൻ പറ്റുകയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ യുവർ ടിപ്പിക്കൽ ഒരു കൈൻഡ് ഓഫ് വോയിസും ഒരു സ്റ്റൈലും ഒക്കെ എന്തെങ്കിലും എന്റെ ഒരു പ്രൊഡക്ഷനിൽ അങ്ങനെ ഒരു സ്യൂട്ട് ആകുമെങ്കിൽ എനിക്ക് അങ്ങനെ ഉൾക്കൊള്ളിക്കണമെന്നില്ല എല്ലാവരെയും. പക്ഷെ അനുഗ്രഹയുടെ ഒരു ടിപ്പിക്കൽ ഒരു സ്പെഷ്യൽ, എല്ലാവർക്കും അറിയാലോ, ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് വോയിസ് ആണ്. ആ ഒരു രീതിയിൽ എന്തെങ്കിലും വരുവാണെങ്കിൽ, കാരണം ഐ ജസ്റ്റ് ട്രൈ ടു അണ്ടർലൈൻ ദാറ്റ് യു ആർ എ വെരി ഗുഡ് സിംഗർ കേട്ടോ. അത് വെറും വാക്കല്ല, അതുകൊണ്ടാണ് പറയുന്നത്. വൺ മോർ തിങ് അനുഗ്രഹ, ചേട്ടന്റെ ഈ വാക്കുകൾ നമുക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാം. ബിക്കോസ് ഈസ് നോട്ട് എ മാൻ മെൻ ഫോർ എ റിയാലിറ്റി ഷോ, ടു ബി വെരി ക്ലിയർ. അതിനുവേണ്ടി പറയുന്ന ഒരു വ്യക്തിയല്ല. ബിക്കോസ് ഇദ്ദേഹം പാട്ട് ഇഷ്ടപ്പെട്ട് അങ്ങോട്ട് വിളിച്ചിട്ടുള്ള ഒരുപാട് പാട്ടുകാരെ എനിക്കറിയാം. ബിക്കോസ് പേഴ്സണലായിട്ട് ഒത്തിരി പേരെ അറിയാം. അതെ. താങ്ക് യു ചേട്ടാ, താങ്ക് യു ഫോർ ഇൻസ്പയറിംഗ് ഹർ സോ മച്ച്. താങ്ക്സ് എ ലോട്ട്. റീം ചേച്ചി, മോളെ, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഏറ്റവും വലിയ ഗിഫ്റ്റ് ഇവിടുന്ന് കിട്ടിക്കഴിഞ്ഞു. അല്ല, ഇവർക്കൊന്നും കിട്ടാത്ത ഇവരോട് എല്ലാവരോടും ഇപ്പൊ പറയണമെന്നില്ല. മോക്ക് ഇപ്പൊ കിട്ടിക്കഴിഞ്ഞു. ആദ്യം തന്നെ പറഞ്ഞ വാക്കുകൾ തന്നെ ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ്. കാരണം മോളുടെ സ്റ്റൈൽ ഓഫ് സിംഗിങ്ങില് മോളെക്കാൾ നന്നായിട്ട് മാർക്ക് കിട്ടാൻ ഇവിടെയുള്ള ഒരു കുട്ടിക്കും പറ്റത്തില്ല എന്ന് പറഞ്ഞ ഏറ്റവും വലിയ കോംപ്ലിമെന്റ് ആണ്. ഇതിപ്പോ എന്ത് വേണം, 10 ലക്ഷം ഒന്നും അല്ല ഇവിടുത്തെ കാര്യം കേട്ടാ. ഓൾ ദ ബെസ്റ്റ്, ഗുഡ് ലക്ക്. Like to invite B ചേട്ടൻ to present this to അനുഗ്രഹ. ബി ചേട്ടാ. അനുഗ്രഹ കുട്ടി, മോൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്? എന്തൊക്കെയോ പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അല്ലേ? എന്താണ് പറയാനുള്ളത്? ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ കുറേ പേരോട് താങ്ക്സ് പറയാനുണ്ട്. ആദ്യം തന്നെ ദൈവത്തോട്, പിന്നെ എൻ്റെ പാരൻസ് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു, അതിന് താങ്ക്സ്. പിന്നെ സിംഗിങ് ബേർഡ്സ് ഓർക്കസ്ട്ര, അവർക്കെല്ലാവർക്കും, പിന്നെ എന്നെ ഇവിടെ നിർത്തുന്ന എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും താങ്ക്സ്. Thank you so much. We miss you a lot. Thank you. സോ അപ്പം നമ്മുടെ അനുഗ്രഹയുടെ ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2ന്റെ ഈ മ്യൂസിക്കൽ ജേർണി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ശ്രേയസ്, എന്തിനാ അവിടെ നിൽക്കുന്നത്? പൊയ്ക്കോളൂ. Join your friends. Thank you. Thank you. Anubeta, who is next? എല്ലാവരും പറയുന്നതാണ്, ബട്ട് അനുഭവിക്കുന്നവർക്കേ അതിന്റെ വിഷമം അറിയുള്ളൂ. ഇറ്റ്സ് എ വെരി ടഫ് പ്രോസസ് ടു ഡു ദ എലിമിനേഷൻ ഫാക്ടർ. കൃഷ്ണേന്ദുവിന്റെ കഴിഞ്ഞ സ്റ്റേജിലെ സ്കോർ എന്ന് പറയുന്നത്
63.5 ആണ് ആഡ് ചെയ്തത്. കറക്റ്റ് അല്ലേ? ഇന്ന് ചന്ദ്രകാന്തം കൊണ്ട് 4 കെട്ട് എന്ന പാട്ട് വീണ്ടും പാടി, തെറ്റില്ലാതെ പാടി മോളെ, അത്രയും പറയാൻ പറ്റുള്ളൂ. കനോട്ട് ബി റേറ്റഡ് ആസ് എൻ എക്സലന്റ് പെർഫോമൻസ്. മോളുടെ ഏറ്റവും വലിയൊരു പ്ലസ് എന്ന് പറയുന്നത് ഭയങ്കര നാച്ചുറൽ ഫീലോടുകൂടി ഒരു പാട്ട് പ്രസന്റ് ചെയ്യുന്ന സിംഗറാണ്. ദാറ്റ്സ് വാട്ട് ഓഡീഷനിൽ മോളുടെ പാട്ട് കേട്ടപ്പോൾ ഏറ്റവും പെട്ടെന്ന് മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തൊരു ക്വാളിറ്റിയും അതാണ്. ആൻഡ് ദാറ്റ് ഇസ് ഐ ഷുഡ് സേ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി എ സിംഗർ ഷുഡ് പൊസസ്. ദൈവം ആവോളം തന്നിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദാറ്റ്. പ്ലീസ് ചേട്ടാ, കമന്റ് സപ്പോർട്ട് കൃഷ്ണേന്ദു. കൃഷ്ണേന്ദുവിന്റെ വോയിസ് ഞാൻ ഇപ്പോൾ ഒന്നിലധികം തവണ പറഞ്ഞിട്ടുണ്ട്. ഒരു NBS വോയിസ് ഉണ്ട് കൃഷ്ണേന്ദുവിന്. വളരെ അസൂയ ജനിപ്പിക്കുന്ന രീതിയിലുള്ള സ്വീറ്റ് വോയിസ് ആണ് കൃഷ്ണേന്ദുവിന്റെ. ആൻഡ് കഴിഞ്ഞ 2 റൗണ്ടുകളിൽ കൃഷ്ണേന്ദുവിന്റെ ആരോഗ്യം കൃഷ്ണേന്ദുവിന് അനുകൂലമായിരുന്നെങ്കിൽ ഒരിക്കലും കൃഷ്ണേന്ദു ഈ ഡേഞ്ചർ സോണിൽ വരില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടയ്ക്ക് സുഖമില്ലെങ്കിൽ പാട്ടിനെയല്ലേ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അത് ആണ് സംഭവിച്ചത്, അതാണ് ഉണ്ടായത് കേട്ടോ മോളെ. കൃഷ്ണേന്ദുവിന്റെ കഴിഞ്ഞ സ്റ്റേജിൽ സ്കോർ 263.5. ഇന്ന് മോള് സ്കോർ ചെയ്തത് 75 ആണ്. ആക്ച്വലി ലോവസ്റ്റ് സ്കോർ വാസ് അനുഗ്രഹ 70, ഹയസ്റ്റ് വാസ് ശ്രേയസ് 80. അപ്പൊ കറക്റ്റ് നടുവിലാണ്. കൃഷ്ണേന്ദുവിന് എന്ത് തോന്നുന്നു? വിചാരിച്ചത്ര പാടാൻ കഴിഞ്ഞില്ല. അറിയില്ല, ഔട്ടാവും തോന്നുന്നു. വാട്ട് ടു സേ കൃഷ്ണേന്ദു? നമ്മുടെ സ്കോറിംഗ് വെച്ച് നോക്കുമ്പോൾ സോറി കൃഷ്ണേന്ദു, യു ആർ ഔട്ട്. തീർച്ചയായിട്ടും നല്ല ഒരു ടാലന്റഡ് ആയിട്ടുള്ള സിംഗർ. വിൽ ഡെഫിനറ്റ്ലി പ്രേ ഫോർ യു. ഇനിയും ഒരുപാട് നല്ല പാട്ടുകൾ പാടാൻ സാധിക്കട്ടെ. നല്ലൊരു ഗുരുനാഥനാണ് മോൾ കിട്ടിയിട്ടുള്ളത്, ജയചന്ദ്രൻ സാർ. അദ്ദേഹത്തെ എനിക്ക് നന്നായിട്ട് അറിയാം. സോ ഇനിയും പഠിക്കുക, തുടർന്നും പഠിക്കുക ആ പാട്ട് ഒരുപാട് ദൂരം. നന്നായിട്ട് മോൾക്ക് പാടാൻ പറ്റും. ഉള്ള നാടായ തൃപ്പയാർ ശ്രീരാമന്റെ എല്ലാ അനുഗ്രഹങ്ങളും മോൾക്ക് ഉണ്ടാവും. എന്റെയും കൂടി ഒരു കുടുംബക്ഷേത്രമാണത്. ഓൾ ദ ബെസ്റ്റ് മോളെ. ഗോഡ് ബ്ലെസ് യു. ഇവിടെ നിന്ന് തൽക്കാലം വിടവാങ്ങുന്ന കൃഷ്ണേന്ദുവിന് ITL വേൾഡ് ജൂനിയർ ഐഡലിന്റെ ഒരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ ആൻഡ് ലവ്. ചന്ദ്രകാന്തം കൊണ്ട് 4 കെട്ട്, അതിൽ ചന്ദനപ്പടിയുള്ള പൊന്നൂഞ്ഞാൽ. ചന്ദ്രകാന്തം കൊണ്ട് 4 കെട്ട്. അനുഗ്രഹ പറഞ്ഞ പോലെ തന്നെ ഇതൊരു കോൺടെസ്റ്റ് ആണ്. അപ്പോ അതില് എന്തായാലും ഇന്ന ഔട്ടായേ മതിയാവും. എന്നെക്കാളും വളരെയധികം ടാലന്റായ കുട്ടികളാണ് വേറെ ഉള്ളത്. പിന്നെ എന്തായാലും ആശഗംഗയും ആമ്പൽക്കുളം. ചന്ദ്രകാന്തം കൊണ്ട് 4 കെട്ട്, അതിൽ ചന്ദനപ്പടിയുള്ള പൊന്നൂഞ്ഞാൽ. ആതിരാ പെണ്ണിന്റെ വെണ്ണില പാൽക്കുടം നീയൊന്നു തൊട്ടപ്പോൾ പെയ്തു പോയി. അദ്വൈത് അല്ലേ പറഞ്ഞത് കൃഷ്ണേന്ദു ചേച്ചി ഔട്ടാവുന്നു? ഇന്നാവെന്ന പറഞ്ഞ. അല്ല, ഔട്ടാവുന്ന പറഞ്ഞത്. ഇന്നാവെന്ന പറഞ്ഞ ആണ്. അപ്പൊ അദ്വൈതോ? അത് ദൈവത്തിന്റെ കയ്യില്ല. ഓക്കെ അദ്വൈത്. അനുപേട്ട അടുത്ത ആരുടെ റിസൾട്ട് ആണ്? തൽക്കാലം ഇതെന്റെ കയ്യിലായി പോയി മോനെ, ദൈവത്തിന്റെ കയ്യിലല്ല മോനെ. ഭയങ്കര ഹൈ എനർജി അല്ലെങ്കിൽ ഭയങ്കര എപ്പോഴും പ്ലസന്റ് ആയിട്ടുള്ള ഒരു സിംഗറാണ്. പല മേഖലകളിൽ തന്റെ കഴിവും വെസറ്റാലിറ്റിയും തെളിയിച്ച ഒരു കലാകാരൻ. എപ്പോഴും അദ്വൈത് വന്നുള്ള ഒരു ഏറ്റവും വലിയൊരു ഗുണം ഭയങ്കര പോസിറ്റിവിറ്റിയാണ് ചുറ്റും. ഈ എന്താണ്, ഒരു പരിഭവങ്ങളില്ല, പരാതിയില്ല, ഉള്ള കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പറയും. ആൻഡ് ബ്ലെസ്ഡ് ബൈ വണ്ടർഫുൾ പേരൻസ് ഓൾസോ. അവരും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്വൈതിനെ. എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക.
അദ്വൈതിന്റെ കഴിഞ്ഞ സ്റ്റേജിലെ സ്കോർ 266.5. ഇവിടെ ഇന്നത്തെ റിസൾട്ട് എല്ലാം തകിടം മറിയാൻ കാരണക്കാർ നിങ്ങൾ 3 പേരാണ്. നിങ്ങൾ 3 പേരെ സിംഗിങ് ആണ് ഇന്ന് മൊത്തം ഈ ലിസ്റ്റിന്റെ ഒരു ബാലൻസ്, അതായത് ഈ ബാലൻസ് എന്നല്ല, മാർക്കിന്റെ പ്രയോറിറ്റി മാറ്റിയത് നിങ്ങൾ 3 പേരുമാണ്. അദ്വൈതിന് 266.5 പ്ലസ് ഇന്നത്തെ പെർഫോമൻസിന് കിട്ടിയത് 76 മാർക്കാണ്, 76. That is comparatively on the higher side. So your net score becomes 342.5. 342 ആണ്. Because 75 ആണ് കൃഷ്ണേന്ദുവിന് കിട്ടിയത്. കൃഷ്ണേന്ദു ആയിരുന്നു the middle scorer. And you are on the higher side. 342.5. And Advait, we will also definitely miss you. You're out of the stage. Third stage il ninnu Advaitam vidavangayana. മോന്റെ നെറ്റ് സ്കോർ വരുന്നത് 342.5 ആണ്. But that unfortunately is not enough to keep you into the safe zone and proceed to the next level. മോൻ ഇതുവരെ ഒരുപാട് നല്ല പെർഫോമൻസസ് നമുക്ക് വേണ്ടി തന്നു. ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിട്ട്, ഭയങ്കര സ്പോർട്ടീവ് ആയിട്ട് നമുക്ക് വേണ്ടി കോമ്പീറ്റും ചെയ്തു. താങ്ക്സ് എ ലോട്ട് ഫോർ ദാറ്റ്. കീപ് അപ്പ് ഓൾ ദ ഗുഡ് വർക്ക്. മോൻ ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ മേഖലകളിലും തുടർന്നുള്ള പാഷൻ വേണം, അത് തീർച്ചയായിട്ടും തുടരുക. ബിജേടാ, ഫ്യൂ വേർഡ്സ് ഫോർ അദ്വൈത്. അദ്വൈത്, ഞങ്ങളെല്ലാവരും മിസ് ചെയ്യും അദ്വൈതിനെ. കാരണം അദ്വൈത് കഴിഞ്ഞ ഒരു സ്കിറ്റ് റൗണ്ടിലൊക്കെ ഞങ്ങൾ അദ്വൈതിന്റെ ഒരു കാഴ്ച, സ്ക്രീനിൽ കണ്ട കാഴ്ച ഇതുവരെ മറന്നിട്ടില്ല. അത്രയ്ക്ക് ക്യൂട്ടായിട്ടുള്ളൊരു അപ്പിയറൻസ് ആണ് അദ്വൈതിന്റെ. അദ്വൈത് ഒരു വളരെ ടാലന്റഡ് ആയിട്ടുള്ള സിംഗറായി മാറും, നല്ല ടിംബർ ഉള്ള ഒരു സൗണ്ടുള്ള ഒരു സിംഗറായി മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്വൈതിന്റെ ആ നാളത്തെ ഒരു വളരെ മാധുര്യമുള്ള ഗാംഭീര്യമുള്ള ശബ്ദത്തിന്റെ ഒരു ചെറിയ പോറൽ ആണ് ഇന്നത്തെ അദ്വൈതിന്റെ ശബ്ദത്തിൽ ഉണ്ടാകുന്നത് കേട്ടോ. അപ്പൊ അദ്വൈതിന് ഇപ്പോ ഫസ്റ്റ് ചില വരികൾ മുഴുമിപ്പിക്കാൻ പറ്റുന്നില്ല. അദ്വൈതിന്റെ നല്ല ഒരു വളരെ നല്ല ബേസി വോയിസ് ആണ്. അത് നാളെ ആയിരിക്കും അതിന്റെ റിസൾട്ട് അദ്വൈതിന് കിട്ടുക കേട്ടോ. അതിനുവേണ്ടി കാത്തിരിക്കാം. ചേച്ചി. ഇല്ല മോനെ, എനിക്കിത് തന്നെ പറയാനുള്ളൂ. നല്ല പാവം കൊച്ചാണ്, അതെനിക്കറിയാം. ഭയങ്കര എളിമയുള്ള, എല്ലാവരോടും ഭയങ്കര സ്നേഹമുള്ള, എപ്പോ കണ്ടാലും ചിരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കുട്ടിയാണ്. എനിക്ക് അദ്വൈതിനെ ഒരുപാട് പരിചയപ്പെട്ടിട്ടില്ല നമ്മള്, പക്ഷെ ഞാൻ കണ്ടിടത്തോളം നല്ല കഴിവുള്ള കുട്ടിയാണ്. അപ്പം ബിജേടൻ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് ശബ്ദം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജാണ് അത്. മോനും അറിയാം. കുറച്ച് കഴിയുമ്പോ, ഒരു 5 വർഷമൊക്കെ കഴിയുമ്പോ ഭയങ്കര നല്ലൊരു കിടിലൻ ശബ്ദമൊക്കെ കിട്ടി നമുക്ക് തിരിച്ചു വരാം. ഓക്കെ. സോ അദ്വൈതിന് ITL വേൾഡ് ജൂനിയർ ഐഡൽ നൽകുന്ന ഒരു ടോക്കൺ ഓഫ് ലവ് ആൻഡ് അപ്രിസിയേഷൻ. All the very best and thank you for being a participant of the show. God bless you, Mone. Few words to our viewers. ഈ ഒരു ഷോയില് സെലക്ഷൻ കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ അനുഗ്രഹിയും കൃഷ്ണേന്ദു ചേച്ചിയും പറഞ്ഞ പോലെ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് പാടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. പിന്നെ ഈ ജഡ്ജസിന് മുമ്പില് പിന്നെ ഇത്ര ഫ്രണ്ട്സിനെ കിട്ടി, അങ്ങനെ കുറെ. That's always some real good memories, Advait. എല്ലാവരുമായിട്ട് ടച്ചിൽ വെക്കുക. ബിക്കോസ് വൺ മോർ സിൻസിയർ അഡ്വൈസ് ടു യു. ഇപ്പൊ ഇന്ന് ഇവിടെ പാടുന്ന മറ്റ് ഗായകരും അദ്വൈത് അടക്കമുള്ള ഗായകരാണ് നാളത്തെ കേരളത്തിന്റെ മികച്ച ഗായകരായിട്ട് മാറാൻ പോകുന്നത്. സോ ദിസ് ഫ്രണ്ട്ഷിപ്പ് വിൽ കീപ് യു a long way in the musical journey. All the best, Advait. Please join your friends and family. காதலின் தீபம் ஒன்று ஏற்றினாலே என் நெஞ்சில், காதலின் தீபம் ஒன்று ஏற்றினாலே என் நெஞ்சில், ஊடலில் வந்த சொந்தம் கூடலில் கண்ட இன்பம் മയക്കമെന്ന. അനുവേട്ട, ശരിക്കും പറഞ്ഞ ഒരു അൺഎക്സ്പെക്ടഡ് റിസൾട്ട് ആയിരുന്നു. ഇനി ഇവരുടെ രണ്ടുപേരുടെയും എന്താവെന്ന് അറിയില്ല. കൃതിക, ഉണ്ണിമായ ആൻഡ് കൃതിക മറ്റ് 2 നല്ല ടാലൻസ് ITL വേൾഡ് ജൂനിയർ ഐഡലിന്റെ. ഈ ചേട്ടാ അവർക്കുള്ള വിഷസ്. കൃതിക നമ്മളുടെ കോണ്ടസ്റ്റിലെ
കുഞ്ഞുവാവയാണ് അല്ലെ. കൃത്തിക ഹാസ് എ ലോങ് വേ ടു ഗോ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപാട് ചെയ്യണം. നല്ല പാരമ്പര്യമുള്ള സംഗീത കുടുംബത്തിലെ അത് ഈ കോൺടെസ്റ്റിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരുപാട് യാത്ര ചെയ്യേണ്ട കുട്ടിയാണ്. ഇപ്പൊ തന്നെ ആ കുട്ടി പാടുന്നത് കേട്ട് കഴിഞ്ഞാൽ വളരെ ക്യൂട്ടായിട്ടാണ് പാടുന്നത്, വളരെ എക്സ്പ്രസീവായിട്ടാണ് പാടുന്നത്. പക്ഷെ നമ്മളെക്കാൾ മുതിർന്ന കുട്ടികളോട് കൂടെ മത്സരിക്കുമ്പോൾ ചെറിയ ഡ്രോബാക്സ് ഉണ്ടാവും നാച്ചുറലി. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ കേട്ടോ, അത്രേ ഉള്ളൂ. ഓക്കെ മോളെ. ഉണ്ണിമായ ആണെങ്കിലും ഷീസ് എ വെരി ഡീസന്റ് സിംഗർ അല്ലേ. നമ്മളെപ്പോഴും കണ്ടല്ലോ ഒരു എന്ത് പാടിയാലും അതിനകത്തൊരു മിനിമം ഡീസൻസി പാട്ടിൽ കീപ്പ് ചെയ്യുന്ന ഒരു ഉണ്ണിമായ പാടിയാൽ അത് മോശമാവില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് പക്ഷെ ഉണ്ണിമായ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി യു ഷുഡ് ബി എബവ് ദാറ്റ് ഡീസൻസി എന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് നമ്മള് നേരത്തെ മറ്റൊരു കുട്ടിയോട് പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സംഭവം സംഗീതം അല്ലെങ്കിൽ മ്യൂസീഷ്യൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കേൾവി, നമ്മള് ആലാപനം എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടന്റ് ആണ് കേൾവിയും. അപ്പൊ ചെവിയിലേക്ക് ഇത് എത്തുക എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് കമ്മ്യൂണിക്കേഷൻ. അതൊരു നല്ലൊരു മ്യൂസീഷ്യന്റെ ഒരു ഗുണമാണ്. അത് മോൾ ഇനിയും പ്രാക്ടീസ് ചെയ്യണം. കാരണം മോൾക്ക് ചെറുതായിട്ട് അനൂപ് എപ്പോഴും പറയാറുള്ളത് പോലെ കുറച്ചും കൂടി ഗ്ലോ ചെയ്ത് പാടുക, കുറച്ചും കൂടി ചിരിച്ച് പാടുക. ഇപ്പൊ ഇവിടെ ആണെങ്കിലും അല്ലെങ്കിലും ഞാൻ പറയാണ്, മോള് ചിരിച്ച് പാടുക, എക്സ്പ്രസീവായിട്ട് പാടുക. പാടുന്നത് നല്ല രീതിയിൽ മോള് മനസ്സിരുത്തിയാണ് പാടുന്നതെങ്കിലും നമ്മൾക്കും അത് തോന്നണം കേട്ടോ. അത് ഇനി ശ്രദ്ധിക്കണം. ഓക്കെ, താങ്ക് യു സർ. റിമി ചേച്ചി, കൃത്തിക, ഉണ്ണിമായ രണ്ടുപേരും ഇങ്ങനെ റിസൾട്ട് കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പറയാനുള്ള എല്ലാം വിശേഷം പറഞ്ഞു. കൃത്തികയുടെ അച്ഛൻ എന്റെ അടുത്ത് വന്ന് ഞാൻ കണ്ട ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് നന്നായിട്ട് പാടിയൊന്നല്ല, അവൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടല്ലേ. ഇമ്പ്രൂവ്മെന്റ്സ് ആണ് ഇവിടെ വരുന്ന കുട്ടികളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ എന്ന് എനിക്ക് മനസ്സിലായി. ആ ഒരു വലിയ മനസ്സ്, അങ്ങനെ ചോദിക്കാൻ വലിയൊരു മനസ്സ് കാണിച്ചില്ല അദ്ദേഹത്തിന്. ഞാൻ വലിയൊരു അല്ല, അവള് നന്നായി പാടി, ഏറ്റവും ബെസ്റ്റായി പാടിയെന്ന ആൾ ഏത് മാതാപിതാക്കന്മാരും പറയാൻ ആഗ്രഹിക്കും. പക്ഷെ അദ്ദേഹം ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് എന്റെ മകള് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കുന്നു. അത് വലിയൊരു കാര്യം തന്നെയാണ്. അത് ഞാൻ കൃത്യമായി കണ്ട ഏറ്റവും വലുതെന്ന് വെച്ചാൽ എപ്പോൾ പാടാൻ വന്നാലും അമ്മൂമ്മയുടെ കാല് തൊട്ടിട്ടേ വരുള്ളൂ. അങ്ങനെയൊക്കെ വലിയ ഗുരുത്തമുള്ള ഒരു കുട്ടിയാണ്. ഉണ്ണിമായ ആണെങ്കിലും രണ്ടുപേർക്കും ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. റിസൾട്ട് നമുക്ക് നോക്കാം. കൃത്തികയുടെ കഴിഞ്ഞ സ്റ്റേജിലെ സ്കോർ 271 ആയിരുന്നു അല്ലെ. നെറ്റ് സ്കോർ 271 ആയിരുന്നു. പക്ഷെ ഇന്ന് മോള് സിംഗിങ്ങിൽ പുറകിലേക്ക് പോയി. ബിക്കോസ് യു കുഡ് സ്കോർ ഓൺലി 73. സോ ദാറ്റ് മേക്സ് യുവർ സ്കോർ 344 മോളുടെ. ആൻഡ് 344 ഔട്ട് ഓഫ് 400, റൈറ്റ്? 344 മാർക്കാണ് സ്കോർ ചെയ്തത്. ഉണ്ണിമായുടെയും കൂടെ റിസൾട്ട് അറിഞ്ഞാൽ യു വിൽ നോ ഹു വാസ് ഇൻ ആൻഡ് ഹു വാസ് ഔട്ട്. ബട്ട് without any suspense, I would like to say, Kritika, you are in. Kritika is into the next stage of ITL World Junior Idol. Congratulations, all the best. Join your family and parents. Maya, sorry, every game has a rule. Obviously, result arrange കാണും. One has to be in and one has to be out. മോളുടെ സ്കോർ 265.5 ആയിരുന്നു കഴിഞ്ഞ സ്റ്റേജിൽ. ആൻഡ് ഇന്ന് മോൾക്ക് വിചാരിച്ചത്ര നന്നായിട്ട് പാടാൻ പറ്റിയോ? കുഴപ്പമില്ലാന്ന് തോന്നി. നെവർ മൈൻഡ് ഉണ്ണിമായ. ജീവിതത്തിൽ ഇനിയും മനോഹരമായ സ്റ്റേജുകളും മനോഹരമായ ഒരുപാട് നല്ല ഗാനങ്ങളും ഉണ്ണിമായെ കാത്തിരിക്കുന്നു. ഉണ്ണിമായയ്ക്ക് ഇന്ന് കിട്ടിയ മാർക്സ് 79 ആണ്. അതുകൊണ്ട് തന്നെ മോള് ഇന്നാണ്. So Unnimaya is also into the next stage of ITL World Junior Idol Stage 4. We'll see you there. Thank you, Unnimaya. Please join your parents and friends. ആവേശകരമായ 4ാം ഘട്ടം ITL വേൾഡ് ജൂനിയർ ഐഡലിന്റെ സീസൺ 2-ൽ നിങ്ങളെ കാത്തിരിക്കുന്നു. അത് വരുന്നത് വരെ ബിജി ബാൽ, റിമി ടോമി, അനൂപ് ശങ്കറോടൊപ്പം
വിടവാങ്ങുന്നത് മേഘ്ന. ഗുഡ് നൈറ്റ്, ബൈ ബൈ. നമ്മുടെ 4th സ്റ്റേജ് ഇന്നിവിടെ തുടക്കം കുറിക്കും. അത്തിന്തോ തെയ്താരോ ധന തിന്തൈ മിത്താരോ തിത്തിന്തോ ദിമിതാരോ ധന തിന്ത കത്താരോ. മോൻ പാടുമ്പോൾ ഒരു പോസിറ്റിവിറ്റി നമുക്ക് എപ്പോഴും കിട്ടാറുണ്ട്. ആ പാട്ട് ഡിമാൻഡ് ചെയ്യുന്ന എല്ലാ എക്സ്പ്രഷനും മോള് ചെയ്തു. മോൾ നല്ല ഫീൽ കൊടുത്ത് തന്നെ നമുക്ക് സമ്മാനിച്ചു. Remy Tommy, Bijibal, Anup Shankar and Meghna's costume sponsored by Rajakumari Total Shopping, Attingal, Pothankode.